പുട്ടോടീൻ്റെ പരസ്യമൊന്നുമല്ല, വെറുതെ രസല്ലേ. സമയം 10:30 മണിയായി. അപ്പാണ് എന്താണ് മൂട്ടിൽ വെയിലത്. അപ്പോഴാണ് പോയിട്ട് രാവിലെ ചായക്കൊന്നുമില്ല. അപ്പോൾ പോയിട്ട് പുട്ടോടി വാങ്ങി വന്നു, പുട്ടുണ്ടാക്കി. എൻ്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ ഏറ്റവും മടിച്ചായിട്ടുള്ളൊരു സാധനത്തിന് ഞാൻ പുട്ടും മീൻകറിയും ഉണ്ടാക്കിയത് വാരി കൊടുക്കുന്നു. അതിൻ്റെ കോലാഹലങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചെറുതാക്കി പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? ഒരു ലേസം എനിക്ക് ഇറങ്ങാറാണ്. അതായി പറയുന്നത്. ഞാൻ തിന്നാത്ത ആളാറിയാലോ. പുട്ടും തിന്നണം, ഭംഗി നോക്കണം, എല്ലാം നടക്കണ്ടേ. ചായ വെച്ചിട്ടില്ല, അതുകൊണ്ട് വെള്ളം ഉടായ്പാണോ ഭക്ഷണം കഴിക്കാതിരിക്കാൻ? ഉടായ്പ കണ്ടുപിടിച്ചത് ഓരോല്ല. ബിസ്മി എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടില്ലെങ്കിൽ ഉണ്ടല്ലോ. ഇല്ല, ഇത് തിന്നു. ഈ ഒറ്റ ഉരുള തിന്നു. ഇല്ല, ചെറുതാണ്. ആ ഇട്ടു. ഇതാ, ഇത് ചെറുതാണ്. പുട്ടുറുമീസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും രാത്രി ഒക്കെ തന്നാൽ കിട്ടും. ഒന്നല്ല എരിവുള്ള മീൻ കറി വേണം, അല്ല ബീഫ് വേണം, അല്ല ചിക്കൻ കറി വേണം. അല്ലാതെ പപ്പടും പഴം പുട്ടല്ല കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് നോക്കുന്ന വേറൊന്നുമല്ല. കുരങ്ങ് രാവിലെ വീട്ടിട്ട് ട്രോളൊന്നും വരരുത് ദയവ് ചെയ്ത്. ഒന്നും വേണ്ടെന്നൊക്കെ വിചാരിച്ചു. ഇപ്പോൾ വിശപ്പ് സഹിക്കാൻ വയ്യുണ്ടാക്കും. പോയി പുട്ടോടി വാങ്ങിയിട്ട് വന്ന് പുട്ടുണ്ടാക്കി. ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കാമല്ലോ. മത്തിപ്പുള്ളിൻ്റെ എരിവ് ആലോചിക്കുമ്പം അൺസൈക്കബിളാണ്. എന്നാലും ഞാൻ തിന്നു. എന്നെ പോലെ പുട്ട് ഭ്രാന്തുള്ള ആരെങ്കിലും ഉണ്ടോ? എൻ്റെ വീട്ടിലത്തെ പുട്ടുറുമീസ് ഞാൻ. രാവിലെ ഒരു ട്രിപ്പ് കട്ടൻ ചായ അമ്മക്ക് കൊടുത്താ. അപ്പോൾ പിന്നെ ചായ മീൻസ് ഇപ്പോൾ ചായ ഉണ്ടാക്കിയില്ല. ഇപ്പം വെള്ളം കൊടുത്തു. വെള്ളം എല്ലാ വീട്ടിലും മക്കളെ തീറ്റിക്കാനല്ലേ പ്രയാസം. എൻ്റെ വീട്ടിൽ എൻ്റെ വലിയമാനെ തീറ്റിക്കാനാണ് പ്രയാസം. എന്ത് വെച്ചാലും പറ്റൂല, ഇഷ്ടമല്ല, വേണ്ട. അതുകൊണ്ടാണ് വാരിക്കൊടുത്തത്. ഇല്ലെങ്കിൽ കോഴി കൊത്തിപ്പെറുക്കുന്ന പോലെ പെറുക്കിയിട്ട് പോകും. ഇത്രയൊക്കെ പറ്റുള്ളൂ. അപ്പം ശരി, ടാറ്റ, ബൈ ബൈ, സി യു. ചെറുപ്പം വയസ്സൊക്കെ തിന്നിട്ട് വന്നിട്ട് തമ്മിൽ കല്ലുകൂടിയിട്ട് കണ്ണാടി നോക്കണം. നാട്ടിൽ പോകും.